18 പുരാണങ്ങളിൽ ഏതാണ്ട് 10-35,000 പേരുകളുണ്ട്. ഈ പേരുകളൊന്നും തന്നെ അർത്ഥരഹിതമായ പേരല്ല, ഇന്നത്തെ പേര് പോലെയല്ല. അന്നത്തെ പേരുകൾക്കെല്ലാം അർത്ഥമുണ്ട്, എല്ലാ പേരിനും അർത്ഥമുണ്ട്. ആ പേരുകളാണ് പിന്നീട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പേരായി മാറി. ഇത്രയും പേരുകൾ ഉണ്ടാക്കിയില്ലേ? ധൃതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രം 100 മക്കൾക്ക് പേരിട്ടില്ലേ? ഇപ്പൊ 2 മക്കൾക്ക് പേരിടാൻ വേണ്ടി കണ്ട നെറ്റിൽ തപ്പുക, കണ്ട ആളോട് ചോദിക്കുക നമ്മുടെ നാട്ടുകാർ. അപ്പോഴാണ് ആവർത്തിക്കാതെ 100 പേരിട്ടു. ഇതൊരു ചെറിയ ബുദ്ധിയല്ലല്ലോ. ഈ 35,000 കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ലക്ഷക്കണക്കിന് കഥകൾ ഉണ്ടാക്കിയില്ലേ? ആ കഥകളെല്ലാം പരസ്പര വിരുദ്ധമാകാതെ കൃത്യമായി എഴുതി വച്ചില്ലേ? ഇതാണ് നമ്മുടെ ഇതിഹാസ കൃതികൾ. അതൊക്കെ എഴുതിയത് നമ്മുടെ നാട്ടിലാണ്. ആ ഇതിഹാസ കൃതി എഴുതിയ, രാമായണവും മഹാഭാരതവും എഴുതിയ നമ്മുടെ നാട്ടിൽ എന്തേ ഒരു നോബൽ സമ്മാനം കിട്ടാത്തത്? രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനം കിട്ടിയത് ആദ്യമായിട്ടാണ് ഭാരതത്തിൽ. അത് അവസാനവുമായിട്ടാണ്. അതിനുശേഷം ഒന്നിന് കിട്ടിയിട്ടില്ല. ടാഗോറിനെ ഇപ്പോൾ തമസ്കരിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പിന്നെ പറയാം.